പാലക്കാട് വടക്കാഞ്ചേരിയിലെ TMK സ്പോർട്സ് അരീനയിലേക്ക് എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരെയും സ്വാഗതം ചെയ്യുന്നു. ഗ്രൂപ്പ് ജിയിലെ ആദ്യ മത്സരത്തിൽ പോണ്ടിച്ചേരി ഏറ്റുമുട്ടുന്നു തമിഴ്നാടിനെ. തമിഴ്നാടിൻ്റെ ടച്ചോടുകൂടി ഈ ഒരു മത്സരം ആരംഭിച്ചിരിക്കുന്നു. 30ാമത് സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രാജ്മാത ജിജാബായ് ട്രോഫി 2025-26 സീസണിലെ ഗ്രൂപ്പ് ജി മത്സരം ആരംഭിച്ചിരിക്കുന്നു. ശ്വേത വരുന്നു ട്രോയിൻ എടുക്കാനായി. ശ്വേതയുടെ ലോങ് ത്രോ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ശ്വേതയിൽ നിന്ന് പന്ത് റിസീവ് ചെയ്തുകൊണ്ട് നല്ലൊരു ലോങ് ബോളാണ് മോനിഷ നൽകിയത് തമിഴ്നാടിൻ്റെ. വീണ്ടും ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് അവിടെ നിന്ന് തമിഴ്നാട്. ആൻഡ് ഗോൾ നമ്പർ 1 തമിഴ്നാട്. 1 മിനിറ്റ് തികയുന്നതിന് മുൻപ് തന്നെ ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് തമിഴ്നാട്. ജേഴ്സി നമ്പർ 12 മധുമതിയിലൂടെ. എന്തായിരുന്നാലും ഗ്രൂപ്പ് ജയിലെ ആദ്യത്തെ ഗോൾ പിറന്നിരിക്കുന്നു. പാലക്കാട് TMK സ്പോർട്സ് അരീനയിൽ കിക്ക് എടുക്കാനായി മുരുകേശ്വരിയുടെ ലോങ് ഗോൾ കിക്കാണ്. പന്ത് റിസീവ് ചെയ്തുകൊണ്ട് തമിഴ്നാടിൻ്റെ മുന്നേറ്റമാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് പ്രിയദർശനിയിൽ നിന്നും ബോൾ റിസീവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗോൾ നേടാനുള്ള ശ്രമമാണ്. യെസ്, രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുന്നു മോനിഷ. തമിഴ്നാട് ടീം 2 ഗോളുകൾക്ക് മുൻപിലായിരിക്കുന്നു. 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത്തവണയും പുറകിലോട്ട് ഇറങ്ങി വന്നാണ് ദേവമിത്ര കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു താരത്തിന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതെ പോവുകയാണ്. അറ്റാക്കിംഗ് സോണിൽ ദേവമിത്രയുടെ ഒറ്റയാൾ പ്രകടനമാണ് നിലവിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. വീണ്ടും മുന്നേറ്റമാണ് ദർശിനി ഇടത് വിങ്ങിൽ കൂടി മുന്നേറാനുള്ള ശ്രമമാണ്. നല്ലൊരു പാസ് കൊടുക്കാനുള്ള ശ്രമമുണ്ട്. യെസ്, ആൻഡ് 3ാമത്തെ ഗോൾ കൂടെ നേടിക്കൊണ്ട് തമിഴ്നാട് വ്യക്തമായ ലീഡിലോട്ട് പോകുകയാണ്. നേടിയിരിക്കുന്നതും 2ാമത്തെ ഗോളാണ് മോനിഷ നേടിയിരിക്കുന്നത്. ദർശിനിയുടെ ടൈമിലുള്ള കട്ട് ബാക്കാണ് ഈസിയായി തന്നെ ഗോൾ ഏരിയയിൽ നിന്നും ഗോൾ വലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതും മോനിഷയ്ക്ക്. തമിഴ്നാടിൻ്റെ ലോങ് ബോൾ വരികയാണ്. ദർശിനി ഇത്തവണ ഒരു സ്വിച്ചിങ് നടത്തിയിട്ടുണ്ട്. ദർശിനി ആൻഡ് യെസ്, ദർശിനി അടിക്കുന്നു. 4ാമത്തെ ഗോൾ ദർശിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്നു. ആദ്യത്തെ ഗോളും ഈ മത്സരത്തിലും വ്യക്തമായ ലീഡോടുകൂടി തമിഴ്നാട് കുതിക്കുകയാണ്. മറ്റൊരു ക്രോസ് കൂടി വരികയാണ് പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ. പ്രിയദർശിനിയെ തേടി പ്രിയദർശിനിയുടെ നല്ലൊരു ഹെഡിങ് ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗോൾ കൂടെ നേടിയെടുക്കാൻ തമിഴ്നാട് ടീമിന് കഴിയുന്നു. സോ 5ാമത്തെ ഗോളാണ് തമിഴ്നാട് ടീം നേടിയിരിക്കുന്നത് 40ാമത്തെ മിനിറ്റിൽ പ്രിയദർശിനിയിലൂടെ. മറ്റൊരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമാണ് അവിടെ ദർശിനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള വുമൻസ് ലീഗിലും തകർപ്പൻ ഗോൾ നേടിയ താരം കൂടിയാണ് ദർശിനി. ആൻഡ് 6ാമത്തെ ഗോൾ കൂടെ നേടിയിരിക്കുകയാണ് അവിടെ 42ാമത്തെ മിനിറ്റിൽ തമിഴ്നാട്. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്ത് നിന്നുമാണ് ആ ഒരു ഷോട്ട് അവിടെ എടുത്തിരിക്കുന്നത്. 1ാം പകുതിയുടെ വിസിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 6 ഗോളിന് തമിഴ്നാട് ടീം ആദ്യ പകുതി സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത് നിന്നും ബോൾ റിസീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും മോനിഷയിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. മോനിഷയുടെ ഒരു ഷോട്ടുമുണ്ട്. പോസ്റ്റിൽ ഇടിച്ചുകൊണ്ട് തെറിക്കുകയാണ്. അതോടൊപ്പം തന്നെ പന്ത് വലയിലേക്കും എത്തുകയാണ്. സോ 7ാമത്തെ ഗോൾ നേടുകയാണ് തമിഴ്നാട് ടീം. വീണ്ടും മുന്നേറ്റമാണ് തമിഴ്നാട് ടീമിൻ്റെ. 30ാമത് സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഗ്രൂപ്പ് ജിയിലെ ആദ്യത്തെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് 8ാമത്തെ ഗോൾ കൂടെ തമിഴ്നാട് ടീം നേടുകയാണ്. ഇതോടൊപ്പം ഷാരോൻ്റെ പേരിൽ കുറിക്കപ്പെടുന്ന 2ാമത്തെ ഗോൾ കൂടെയാണ്. 58ാമത്തെ മിനിറ്റിലാണ് ഗോൾ വരുന്നത്. നോക്കുക, പാസ്സാവുകയാണ് പ്രിയയിൽ നിന്നും മോനിഷ. നല്ലൊരു ഗോൾ കണ്ടെത്താനുള്ള അവസരമുണ്ട്. പാഴാക്കി കളയുകയാണ് അവിടെ ഷാരോൺ. 3ാമത്തെ ഗോളാണ്. പക്ഷേ ദേവയുടെ ബോൾ എത്തിയപ്പോഴും ദേവയും ബോൾ പുറകിലോട്ടാണ് നൽകിയിരിക്കുന്നത്, മുൻപിലോട്ടല്ല. വീണ്ടും ഒറ്റയ്ക്കുള്ളൊരു മുന്നേറ്റം നടത്താനുള്ള ശ്രമമാണ് അവിടെ ഷാരോൻ്റെ. 3ാമത്തെ ഗോൾ നേടാനുള്ള ശ്രമം. യെസ്, ഷാരോൺ അടിക്കുന്നു. മറ്റൊരു ഹാട്രിക്ക്. സബ്ബായി വന്ന് സൂപ്പർ സബ്ബായി മാറിയിരിക്കുന്നു ഷാരോൺ. ജേഴ്സി നമ്പർ 19 തമിഴ്നാട്. ഇതിൻ്റെ മധ്യഭാഗത്ത് മോനിഷയുടെ ക്ലിയറൻസ്. അവിടെ നേരെ പ്രിയദർശിനിയിൽ നിന്ന് മറ്റൊരു മോനിഷയിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. മോനിഷ ആൻഡ് 10ാമത്തെ ഗോൾ മോനിഷയുടെ പേരിൽ കുറിക്കപ്പെടുന്നു. ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യുകയാണ് മോനിഷ. ആദ്യ പകുതിയിലും മികച്ച പ്രകടനം നടത്തിയ താരം. ഡിഫൻസീവ് മിഡ്ഫീൽഡർ എങ്ങനെയാണോ കളിക്കേണ്ടത് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും മോനിഷയുടെ ബുട്ടിൽ നിന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും മുന്നേറ്റമാണ്. നല്ലൊരു മുന്നേറ്റമാണ് അവിടെ മധു നടത്തുന്നത്. ആൻഡ് ഇത്തവണ
പ്രിയദർശിനിക്ക് വല ഒലുക്കാൻ കഴിയുന്നു. തൻ്റെ പേരിൽ കുറിക്കപ്പെടുന്ന രണ്ടാമത്തെ ഗോൾ കൂടെയാണ് പ്രിയദർശിനിയുടെ. ഇതേപോലെ തന്നെ ആയിരുന്നു ക്രോസ് വന്നതും മധുവിൻ്റെ. ഇത്തവണ പ്രിയദർശിനിക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയും. നോക്കുക, മധുവിൻ്റെ ക്രോസ് വരികയാണ് പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ. പെനാൽറ്റി സ്പോട്ടിന് സമീപത്തായി ആൻഡ് പ്രിയദർശിനി, ബ്യൂട്ടിഫുൾ ഗോൾ. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ് തമിഴ്നാട് ടീമിൻ്റെയും. രണ്ടാമത്തെ ക്രോസാണ് പ്രിയദർശിനി സെയിം വേയിലൂടെ ഗോളാക്കുന്നത്. മറ്റൊരു കോർണർ കിക്ക് കൂടിയാണ്. ലോങ് കോർണർ കിക്കായി മാറ്റുന്ന ഇത്തവണ ഹെഡർ ക്ലിയറൻസ് ചെയ്ത് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് പോണ്ടിച്ചേരി ടീം. ഇവിടെ നിന്ന് നേരെ പന്തെത്തി ചേർന്നത് ധർണികയിലേക്കാണ്. ധർണികയുടെ ക്രോസ് വരുന്നു. ഇവിടെ പ്രിയദർശിനി വല കുലുക്കിയിരിക്കുകയാണ്. പ്രിയദർശിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്ന നാലാമത്തെ ഗോൾ കൂടെയാണ്. സോ അതോടുകൂടി 13 ഗോളുകളായിരിക്കുന്നു തമിഴ്നാട് ഫുട്ബോൾ ടീമിന്. യെസ്, ഫൈനൽ വിസിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 13 ഗോളിന് തമിഴ്നാട് ഫുട്ബോൾ ടീം ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് ജിയിലെ ആദ്യത്തെ മത്സരത്തിൽ തമിഴ്നാടിന് വിജയിക്കാൻ കഴിയുന്നു പോണ്ടിച്ചേരിക്കെതിരെ.